ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ഹൗസിലുള്ള ചില കണ്ടസ്റ്റൻസിന്. അതായത് രാവിലെ എണീറ്റിട്ടും നല്ല ഉറക്കം തന്നെയാണ് ചില കണ്ടസ്റ്റൻസ്. അത് ഇപ്പം ബിഗ് ബോസ് 1-2 തവണ പട്ടി കുരയ്ക്കുന്നുണ്ട്, എന്നിട്ടും എണീക്കുന്നൊന്നുമില്ല. അവസാനം ബിഗ് ബോസ് തന്നെ ഇറങ്ങി സംസാരിച്ചിരിക്കുകയാണ്. ഇത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണ്. നിരവധി കഠിനമായിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെടാം, പക്ഷേങ്കിൽ ഒരു കാരണവശാലും പകലുറങ്ങാനായിട്ട് സാധിക്കില്ല. ക്യാപ്റ്റന്മാരത് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഫിനാലെ വീക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജത്തോടെ മുന്നേറുക എന്നുള്ള കാര്യങ്ങളും കൂടെ ആദ്യം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇപ്പം മത്സരാർത്ഥികൾക്ക് പണിപ്പുരയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള കുറച്ചധികം തന്നെ സാധനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ വന്നേക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ലൈവിൽ രാവിലെ തന്നെ ഒരു ചെറിയൊരു തർക്കം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അനീഷും അതേപോലെ തന്നെ അക്ബറും. അതായത് കണ്ടസ്റ്റൻസ് ചിലർക്ക് മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അനീഷേട്ടാ ഞാൻ ക്യാപ്റ്റനല്ലേ, ഞാനൊന്ന് അർമാദിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മെഡിസിൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അനീഷിന് ഒട്ടും ഇഷ്ടപ്പെടാതെ അനീഷ് പല ഏരിയയിലായിട്ട് പോയി, എന്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാനൊരു മനുഷ്യ സ്നേഹിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര അധികം തന്നെ ഒരു ഷോ ഇറക്കുമായിരുന്നു എന്ന രീതിയിൽ പറയുന്ന അക്ബറിനെ നമുക്ക് ലൈവിൽ രാവിലെ തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫിനാലെ വീക്കായിട്ട് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സാബുമാൻ, നൂറ, ആദില എന്നിവരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ അവസാനം വരെ ടാസ്ക് ചെയ്തവരാണ്, അതുകൊണ്ടായിരിക്കും ക്ഷീണം വരുന്നത്. പക്ഷേങ്കിൽ ഫിനാലെ വീക്ക് തന്നെയാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ബിഗ് ബോസിയോട് പറഞ്ഞിരിക്കുകയാണ് ലൈവിൽ ഇപ്പോൾ.